ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ജിസ് ആന്റണി. ത്രില്ലറുകൾ, അത് സിനിമയായാലും സീരീസ് ആയാലും നോവൽ ആയാലും ഇഷ്ടമില്ലാത്തവരുണ്ടാവുമോ? ഞാനിന്ന് വന്നിരിക്കുന്നത് മലയാളത്തിലെ ബിഗിനേഴ്സിന് ആസ്വദിച്ച് വായിക്കാൻ പറ്റുന്ന 4 മികച്ച ത്രില്ലറുകളുമായിട്ടാണ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഗുഡ് റീഡ്സ്. ക്രൈം ത്രില്ലറുകളിലൂടെയും മിസ്റ്ററി നോവലുകളിലൂടെയും മലയാളത്തിലെ സമകാലിക എഴുത്തുകാരെ ഏറെ ജനസമ്മതി നേടിയ എഴുത്തുകാരനാണ് ലാജോ ജോസ്. അദ്ദേഹത്തിന്റെ 2018 പുറത്തിറങ്ങിയ ആദ്യ നോവലായ കോഫി ഹൗസ് ആണ് ഇന്നത്തെ ഗുഡ് റീഡ്സിൽ നമ്മുടെ ആദ്യ പുസ്തകം. ഒരു ക്രിസ്മസ് രാത്രിയിൽ കോട്ടയം നഗരത്തിൽ നടക്കുന്ന കൂട്ടക്കൊലയുടെ കഥയാണ് കോഫി ഹൗസ്. നഗരത്തിലെ പ്രശസ്തമായ ഒരു കോഫി ഹൗസിൽ വെച്ച് 5 പേരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും അതിലൊരു യുവതിയെ കൊലപാതകത്തിന് ശേഷം ബലാത്സംഗം ചെയ്യുകയും ചെയ്ത കുറ്റത്തിന് കഴുമരം കാത്തുകിടക്കുകയാണ് ബെഞ്ചമിൻ. തന്റെ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുന്നേ തനിക്ക് ശിക്ഷ വാങ്ങി നൽകാൻ മുൻനിരയിൽ നിന്ന് സമരം ചെയ്ത മനുഷ്യാവകാശ പ്രവർത്തകയും ജേർണലിസ്റ്റുമായ എസ്തർ ഇമ്മാനുവലിനെ കാണണമെന്ന് ബെഞ്ചമിൻ ആവശ്യപ്പെടുന്നു. ഈ കൂടിക്കാഴ്ചയിൽ താൻ നിരപരാധിയാണെന്ന് ആണയിട്ട് പറയുകയാണ് ബെഞ്ചമിൻ. ഇതിനുശേഷം എസ്തറിലും ചില സംശയങ്ങൾ ഉടലെടുക്കുന്നു. കോഫി ഹൗസ് കൊലപാതകങ്ങളുടെ നിജസ്ഥിതി തേടി വർഷങ്ങൾക്ക് ശേഷം എസ്തർ ഇമ്മാനുവൽ നടത്തുന്ന അന്വേഷണങ്ങളുടെ ഏറെക്കുറെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു വിവരണമാണ് കോഫി ഹൗസ്. അമിത പ്രതീക്ഷകളില്ലാതെ സമീപിച്ചാൽ ഒറ്റയിരുപ്പിൽ ആസ്വദിച്ച് വായിച്ചു തീർക്കാവുന്ന ഒരു ക്രൈം ത്രില്ലറാണിത്. ഏകദേശം ഇതേ അളവിൽ തന്നെ ആകാംക്ഷയും ഉദ്വേഗവും നിറഞ്ഞതാണ് ലാജോ ജോസിന്റെ മറ്റ് കൃതികളും. മലയാളത്തിലെ പുതുതലമുറ എഴുത്തുകാരിൽ ഏറെ ശ്രദ്ധേയയായ ശ്രീ പാർവതിയുടെ വയലറ്റ് പൂക്കളുടെ മരണമാണ് എന്റെ ലിസ്റ്റിൽ അടുത്തത്. സാധാരണ ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിൽ കൂടി ഈ നോവലിന്റെ പ്രമേയവും ഇതിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ തെരഞ്ഞെടുപ്പും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ത്രില്ലർ സീരീസുകളും നോവലുകളും ഇഷ്ടപ്പെടുന്ന അലീന ബെൻജോൺ ഒരു അപകടത്തെ തുടർന്ന് വീൽ ചെയറിൽ കഴിയുകയാണ്. തന്റെ മുറിയിലെ ജനാലയിലൂടെ പുറത്തെ കാഴ്ചകൾ നിരീക്ഷിക്കുന്ന അവൾ അവിചാരിതമായി അയൽപ്പക്കത്തെ വില്ലയിൽ നടക്കുന്ന ചില നിഗൂഢ സംഭവങ്ങൾ കാണുന്നു. ഇതിനുശേഷം അവിടെ നടക്കുന്ന പോലീസ് ആത്മഹത്യ എന്ന് വിധി എഴുതുന്ന മരണം കൊലപാതകമാണ് എന്ന് അലീന ഉറച്ചു വിശ്വസിക്കുന്നു. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്റെ ആ വിശ്വാസത്തിന് പുറകെയുള്ള അലീനയുടെ യാത്ര അവളുടെയും അവൾക്ക് വേണ്ടപ്പെട്ടവരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. വളരെ ലളിതമായ ആഖ്യാന ശൈലിയും ഓരോ അധ്യായവും കഴിയുമ്പോൾ വർദ്ധിച്ചു വരുന്ന ആകാംക്ഷയും അവസാനം വരുന്ന ട്വിസ്റ്റും ഈ നോവലിന്റെ പ്രത്യേകതകളാണ്. സസ്പെൻസ് ത്രില്ലറുകൾ താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായും വായിക്കാവുന്ന ഒരു പുസ്തകമാണ് വയലറ്റ് പൂക്കളുടെ മരണം. മൂന്നാമതായിട്ട് എന്റെ ലിസ്റ്റിലുള്ളത് ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹൊറർ നോവലാണ്. എസ് കെ ഹരിനാഥ് എഴുതിയ കറുത്തച്ഛൻ. ഐറിൻ എന്ന പെൺകുട്ടിയുടെ അപ്രതീക്ഷിത ആത്മഹത്യയും അതിന് പിന്നിലെ നിഗൂഢതകൾ തേടി അവളുടെ സുഹൃത്ത് ഷഫീഖ് നടത്തുന്ന അന്വേഷണങ്ങളുമാണ് ഈ നോവലിന്റെ പ്രമേയം. ഈ അന്വേഷണങ്ങൾ ചെന്നെത്തുന്നത് കറുത്തച്ഛൻ മേട് എന്ന ഭീതി നിറഞ്ഞ ഒരു നാട്ടിലാണ്. അവിടെ നടന്നിട്ടുള്ള ചില കൊലപാതകങ്ങളും ഈ നാടിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രേത കഥകളും ഈ നോവലിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. മിസ്റ്റിസിസവും സൈക്കോളജിയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു എഴുത്ത് രീതിയാണ് ഇതിൽ പരീക്ഷിച്ചിട്ടുള്ളത്. നമ്മളെ ഭയപ്പെടുത്തുന്നതിനോടൊപ്പം വാട്ട് നെക്സ്റ്റ് എന്നൊരു ആകാംക്ഷയും അവസാനം വരെ നിലനിർത്താൻ നോവലിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഹൊറർ മിസ്റ്ററി ജോണറിലുള്ള പുസ്തകങ്ങൾ താല്പര്യമുള്ള ആൾക്കാർക്ക് മലയാളത്തിൽ വായിക്കാവുന്ന ഒരു പുസ്തകമാണിത്. വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഒറ്റയ്ക്കിരുന്ന് വായിക്കുന്നതായിരിക്കും ഇതിന്റെ ആ ഒരു ഫീല് കിട്ടാൻ ഏറ്റവും നല്ലത്. ഇതുവരെ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നോവലാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു ബാങ്കിങ് ത്രില്ലറാണ്. മലയാളത്തിലെ തന്നെ ആദ്യ ബാങ്കിങ് ത്രില്ലർ AK. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനും എന്റെ എക്സ് കൊളീഗുമായിട്ടുള്ള ശ്രീ അമിത് കുമാറാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഒരു പ്രമുഖ ബാങ്കിലെ സീനിയർ വിജിലൻസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള AKയും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഹരിമാധവ് എന്ന HMുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ബാങ്കിനുള്ളിലെ ഒട്ടുമിക്ക തിരിമറി കേസുകളും എക്സ്പീരിയൻസ് കൊണ്ടും ഒബ്സർവേഷൻ കൊണ്ടും അനായാസം സോൾവ് ചെയ്യുന്ന ഒരു മികച്ച ഇന്റേണൽ ഇൻവെസ്റ്റിഗേറ്റർ കൂടിയാണ് AK. ഇവരുടെ പത്തനംതിട്ടയിലുള്ള ഒരു ബ്രാഞ്ചിൽ വലിയ ഒരു ഗോൾഡ് ലോൺ തട്ടിപ്പ് നടക്കുന്നു. ഇത് അന്വേഷിക്കാനായി AKയും HMും എത്തുന്നു. പ്രൊഫഷണൽ ആയിട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു കൊലപാതകം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണ്. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ ബാങ്കിങ് ടേംസ് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. ബാങ്കിലെ നിയമങ്ങളും ബാങ്കിങ് മേഖലയിലെ ചതിക്കുഴികളും ഒക്കെ തുറന്നു കാട്ടുന്ന ഈ പുസ്തകം ബാങ്ക് ജീവനക്കാർക്കും മറ്റു വായനക്കാർക്കും ആസ്വദിച്ച് വായിക്കാവുന്ന ഒരു റിയലിസ്റ്റിക് ത്രില്ലറാണ്.
ഇപ്പറഞ്ഞ 4 പുസ്തകങ്ങളും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നോവലുകളാണ്. 1-2 ദിവസം കൊണ്ട് വേഗത്തിൽ വായിച്ചു തീർക്കാവുന്ന വളരെ ചെറിയ നോവലുകളാണ്. സിമ്പിൾ ആയിട്ടുള്ള കഥയും ആഖ്യാന ശൈലിയും ഒക്കെയാണ്. തുടക്കക്കാർക്കും പണ്ട് നന്നായി വായിച്ചിരുന്നു ഇപ്പോൾ വായിക്കാൻ പറ്റുന്നില്ല എന്ന് കംപ്ലൈന്റ് ചെയ്യുന്ന ആൾക്കാർക്കും ധൈര്യമായിട്ട് തുടങ്ങി വെക്കാവുന്ന പുസ്തകങ്ങളാണ്. ത്രില്ലേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ തുടങ്ങിയാൽ അവസാനിപ്പിച്ചേ പറ്റൂ. എനിക്കും ഒരു റീഡിംഗ് ബ്ലോക്ക് ഉണ്ടായിരുന്ന സമയത്ത് എന്നെ വായനയിലേക്ക് തിരിച്ചു വരാനായിട്ട് ഹെൽപ്പ് ചെയ്ത പുസ്തകങ്ങളാണ് ഇവ 4. നിങ്ങൾ ഈ പുസ്തകങ്ങൾ ഏതെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ത്രില്ലേഴ്സ് എനിക്കും സജസ്റ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ. ബൈ.